ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 15, പേജ് നമ്പർ 495. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. പദാനുപദം. അപി ച തന്നെയുമല്ല, അന്യേ വേറെ ചിലർ, ജ്ഞാനയജ്ഞേന ജ്ഞാനയജ്ഞം കൊണ്ട്, യജന്തഃ യജ്ഞം ചെയ്യുന്നവരായി, ഏകത്വേന ഏകരൂപത്തിലും, പൃഥക്ത്വേന ദ്വന്ദ്വഭാവത്തിലും, ബഹുധാ പലവിധത്തിലും, വിശ്വതോമുഖം വിശ്വരൂപത്തിലും, മാം എന്നെ, ഉപാസത്തെ ഉപാസിക്കുന്നു. വിവർത്തനം. ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവേശ്വരനെ അദ്വിതീയനായും ബഹുരൂപനായും വിശ്വതോമുഖനായും ആരാധിക്കുന്നു. ഭാവാർത്ഥം. മുൻ ശ്ലോകങ്ങളുടെ സംഗ്രഹമാണ് ഈ ശ്ലോകം. തികഞ്ഞ കൃഷ്ണാവബോധമുള്ള, കൃഷ്ണനെയൊഴികെ മറ്റൊന്നും അറിയാത്ത ആളാണ് മഹാത്മാവെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മഹാത്മാവായില്ലെങ്കിൽ കൂടി പല വിധത്തിലും കൃഷ്ണനെ ആരാധിക്കുന്ന മറ്റു ചിലരുണ്ട്. ഇവരിൽ ചിലരാണ് ആർത്തൻ, ദരിദ്രൻ, ജ്ഞാനി, ജിജ്ഞാസു എന്നിവർ. അവർക്കു താഴെയുള്ള 3 തരക്കാരെ എടുത്തു കാട്ടുകയാണിവിടെ. 1. ഭഗവാനും താനും ഭിന്നരല്ലെന്ന ബോധത്തോടെ ആത്മാരാധന ചെയ്യുന്നവർ. 2. ഭഗവാനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ വിഭാവനം ചെയ്ത് അതിനെ ആരാധിക്കുന്നവർ. 3. ഭഗവാന്റെ വിശ്വരൂപത്തെ ആരാധിക്കുന്നവർ. തങ്ങൾ അദ്വൈതികളെന്നു വിചാരിച്ച് സ്വയം ഭഗവാനാണെന്ന ഭാവേന ആത്മാരാധന ചെയ്യുന്നവരാണ് ഏറ്റവും താഴ്ന്ന പടിയിൽ നിൽക്കുന്നത്. ഇവർ എണ്ണത്തിൽ കൂടുതലാണ്. ഇക്കൂട്ടർ തങ്ങൾ തന്നെ ഭഗവാൻ എന്ന് സ്വയം ചിന്തിക്കുന്നവരാണ്. ഈ മനോഭാവത്തോടെ അവർ അവരെ തന്നെ ആരാധിക്കുന്നു. ഇതും ഒരുവിധം ഈശ്വരാരാധന തന്നെ. തങ്ങൾ
യഥാർത്ഥത്തിൽ ഭൗതിക ശരീരമല്ലെന്നും ആത്മാവാണെന്നും അവർക്ക് ബോധമുണ്ടല്ലോ. പൊതുവെ നിരാകാരവാദികൾ ഭഗവാനെ ആരാധിക്കുന്നത് ഈ വിധത്തിലാണ്. ദേവോപാസകരുടേതാണ് രണ്ടാമത്തെ വിഭാഗം. ഏതു രൂപത്തെയും ഭഗവത് രൂപമാണെന്നവർ ഭാവനയിൽ കൽപ്പിക്കും. മൂന്നാമത്തെ വകുപ്പിൽപ്പെട്ടവർക്ക് ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിനതീതമായി ഒന്നിനെയും സങ്കൽപ്പിക്കാനാവില്ല. അവർ പ്രപഞ്ചത്തെ ഉത്കൃഷ്ടമായ ജീവവസ്തു എന്നു കരുതി അതിനെ ആരാധിക്കുന്നു. പ്രപഞ്ചവും ഭഗവാന്റെ ഒരു രൂപം തന്നെ. ഹരേ കൃഷ്ണ.